ഇത് കണ്ടോ, ഇത്രോ വലിയ മുള്ളാത്ത കഴിച്ചിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ പിടിച്ചതാണ്. നോക്കിയപ്പോൾ നല്ലപോലെ പഴുത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാം നമുക്ക്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നറിയോ? നിറയെ പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ, നമ്മളിത് കഴിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ നല്ലപോലെ കൂടും. പിന്നെ ഫൈബേഴ്സ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മലശോധനയ്ക്കൊക്കെ നല്ലതാണ്. അങ്ങനെ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്നും പറഞ്ഞ് ഇത് മൊത്തം ഇരുന്ന് കഴിക്കാൻ പാടില്ല. ഇത് 4ആയിട്ട് ഭാഗിച്ച് ആ 4-1 ഭാഗമേ കഴിക്കാവുള്ളൂ. അധികമായ അമൃതം വിഷമാണല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. ഗ്യാസിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ള, ഗ്യാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊട്ടും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് കുറച്ച് അസിഡിറ്റി കൂട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. സോ ശ്രദ്ധിച്ചൊക്കെ കഴിക്കുക. അല്പം മാത്രം കഴിക്കുക, എല്ലാവർക്കും കൊടുക്കുക. നല്ല രുചിയാണ് എന്നും പറഞ്ഞിട്ട് മൊത്തം കൂടി കഴിക്കരുത്. അപ്പോൾ നമുക്കിത് കഴിച്ചാലോ? കണ്ണിനൊക്കെ നല്ല കേട്ടോ. ഇത് കണ്ണിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ്. മുഴുവനായിട്ട് മാറത്തില്ല, കുറയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ മുള്ളാത്ത വളർന്നെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാകത്തിന് വന്ന് കണ്ടോ. ഇതിൽ നിന്നും കുറച്ച് ഭാഗം കഴിച്ചാൽ മതി സത്യം പറഞ്ഞാൽ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ചില വീഡിയോസിലൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം ക്യാൻസറിനൊക്കെ നല്ലതെന്ന്. ഇത് ആക്ച്വലി പഠനങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ക്യാൻസറിന് നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. രോഗപ്രതിരോധ ശേഷി കൂട്ടും എന്തായാലും. സോ അതേ പറയുന്നുള്ളൂ. ഞാനിത് അധികം കഴിച്ചിട്ടില്ല. കൊള്ളാം. ഇങ്ങനെ തന്നെയല്ലേ ഇത് കഴിക്കേണ്ടത്. കൊള്ളാം. ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ. വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിച്ച ആൾക്കാർ അകത്തുണ്ട്, അവർക്കും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പം ബൈ ബൈ.